വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്നത് പാർട്ട് 2 ആണ് കേട്ടോ, റിസപ്റ്റർ തിയറീസ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. കാര്യം ഇതിൽ ഡ്രഗ് ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ത്രൂ ഔട്ട് ഫാർമക്കോളജി പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ് കേട്ടോ, ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഡ്രഗ് എന്ന് വെച്ചാൽ മരുന്ന് ഒരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ മരുന്ന് എന്തുമൊക്കെയായിട്ട് ഇൻട്രാക്ട് ചെയ്തേക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻട്രാക്ഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നൊക്കെ പറയുന്ന കുറച്ച് ഭാഗമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ റിസപ്റ്റർ നോക്കിയാലോ. എന്താ റിസപ്റ്റർ? റിസപ്റ്റർ എന്ന് പറയുന്നത് ഒരു സെല്ലർ മാക്രോ മോളിക്യൂൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ദാറ്റ് ഇന്റർഫിയർ വിത്ത് എ ഡ്രഗ് ടു എലിസിറ്റ് എ സെല്ലർ റെസ്പോൺസ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇതാണ് ഒരു സെല്ലെന്ന് വെച്ചോളൂ കേട്ടോ, ഇതൊരു സെല്ലാന്ന് വെച്ചോളൂ. ഈ സെല്ലിനകത്ത് എന്താണ് മാക്രോ മോളിക്യൂൾസ് ഉണ്ട്. ആരുണ്ട്? മാക്രോ മോളിക്യൂൾസ് ഉണ്ട്, അല്ലെങ്കിൽ 2-3 കോംപ്ലക്സ് ഐറ്റം ഉണ്ട്. നമ്മളൊരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോംപ്ലക്സോ അല്ലെങ്കിൽ ഈ മാക്രോ മോളിക്യൂൾസോ ആയിട്ട് റിയാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നതിന് നമ്മൾ റിസപ്റ്റർ ഇൻട്രാക്ഷൻ എന്നും, ആ ഇൻട്രാക്ഷൻ വഴി കിട്ടിയ റെസ്പോൺസിനെയാണ് നമ്മൾ എന്ത് പറയുക? റിസപ്റ്റർ അല്ലെങ്കിൽ സെല്ലുലാർ റിസപ്റ്റർ റെസ്പോൺസ് എന്നും നമ്മൾ പറയുക കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. സോ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? നമ്മൾ ഒരു ലൈറ്റ് ഇടുന്നൊരു ഓൺ ഓഫ് സ്വിച്ച് ഇല്ലേ, അത് തന്നെയാണ് ഇവിടെയും ചെയ്യുക. ഒരു ബാല സിസ്റ്റത്തിൽ ഒരു ഡ്രഗിൻ്റെ എഫക്റ്റ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത് പോലെ ഒരു ഓൺ ഓഫ് സ്വിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ് ആ റിസപ്റ്റർ. സോ ഇൻട്രാക്ഷൻ പറയുവാണെങ്കിൽ ദ കെമിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡ്രഗ് അലോ ഇറ്റ് ടു ബൈൻഡ് ടു കോംപ്ലിമെൻ്ററി സർഫേസ് ഓൺ ദ റിസപ്റ്റർ ഇനിഷ്യേറ്റിംഗ് ഇറ്റ്സ് എഫക്റ്റ്. സോ ബേസിക്കലി ഇൻട്രാക്ഷൻ പറയുന്നത് പോലെ തന്നെ ഒരു കെമിക്കൽ സ്ട്രക്ചർ, അതായത് നമ്മുടെ ഡ്രഗ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇത് എന്ത് ചെയ്യുന്നു? നമ്മുടെ റിസപ്റ്ററുമായിട്ട് എന്ന് ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ എന്ത് കിട്ടും? നമുക്ക് എഫക്റ്റ് കിട്ടുന്ന രീതിയാണ് ഇവിടെ നടക്കുന്നത്. സോ സിമ്പിൾ അല്ലേ? റിസപ്റ്റർ എന്താ നിങ്ങൾ പഠിച്ചു. സോ ഡ്രഗ് റിസപ്റ്റർ ഇൻട്രാക്ഷൻ, ഡ്രഗും റിസപ്റ്ററും തമ്മിലുള്ള ഇൻട്രാക്ഷൻ എങ്ങനെയാണ്? ദ ഫസ്റ്റ് വൺ ബൈൻഡിങ് ആണ്. എന്താ ചെയ്യുക? ഡ്രഗ് എന്തെന്ന് വെച്ചാൽ റിസപ്റ്ററിൽ വന്നിട്ട് ബൈൻഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് അറിയാം. സോ ദ ഡ്രഗ് ബൈൻഡ് ടു ദ റിസപ്റ്റർ ബേസ്ഡ് ഓൺ ഇറ്റ്സ് കെമിക്കൽ സ്ട്രക്ചർ ആൻഡ് കോംപ്ലിമെൻ്ററി സർഫേസ്. അതായത് ഡ്രഗ് എന്താ ചെയ്യുക? ആദ്യം വന്നിട്ട് റിസപ്റ്ററിൽ വന്നിട്ട് അറ്റാച്ച് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഡ്രഗ് റിസപ്റ്റർ വന്നിരിക്കുമായിരിക്കും ചെയ്യുക. 2 ആക്ടിവേഷനാണ്. വന്നിരുന്നാൽ മാത്രം പോരല്ലേ, അവിടെ ആക്ടിവേറ്റ് ചെയ്യണം അല്ലേ. സോ അഗോണിസ്റ്റ് ആക്ടിവേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ ആക്ടിവിറ്റിയെ എൻഹാൻസ് ചെയ്യിപ്പിക്കുന്നു. പിന്നെ ബയോകെമിക്കൽ ഈവൻറ്റ്, ദ ബൈൻഡിങ് ഓഫ് ആൻഡ് ട്രിഗർ എ സീരീസ് ഓഫ് ബയോകെമിക്കൽ ഈവൻറ്റ് വിത്ത് സെൽ. സെല്ലിനകത്ത് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നു ആൻഡ് ഫങ്ഷൻസിനെ ഓൾട്ടർ ചെയ്യുന്നു. അതായത് നിങ്ങളടുത്ത് നിങ്ങളുടെ ഫ്രണ്ട് വന്നിരിക്കുന്നു, ഫ്രണ്ട് പറയാം, എടി അവളെ കമ്മൽ കണ്ടോ, എടി അവൻ്റെ പോക്കറ്റ് കണ്ടോ എന്നൊക്കെ പറയില്ല, അതുപോലെ പറയുന്നു. നിങ്ങളെ എന്തെങ്കിലും ഗോസിപ്പ് പറയാനായിട്ട് അനുവദിപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ രണ്ടും ഗോസിപ്പുകളാവുന്നു. അത്രയേ ഉള്ളൂ. ആ പരിപാടിയാണ് ഡ്രഗ് റിസപ്റ്റർ ഇൻട്രാക്ഷൻ പറയുവാണെങ്കിൽ. ഇനി ഓക്യുപ്പേഷൻ തിയറിയാണ്. സോ ബേസിക്കലി ഇവിടെ നമ്മൾ പറയുന്നത് ഡ്രഗിൻ്റെയും ഡ്രഗ് റിസപ്റ്റർ ഇൻട്രാക്ഷൻ ഒരു ഗ്രാഫൊക്കെയാണ് പറയുന്നത്. സോ നമ്മളെ കിടപ്പുണ്ട് റെഫറൻസിൽ, അത്ര വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമൊന്നുമല്ല, മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പ്രൊപ്പോഷണൽ റെസ്പോൺസ്. So the intensity of pharmacological effect is directly proportional to number of receptors occupied by a drug. അതായത് ഇപ്പം നമ്മൾ ഡ്രഗ് നമ്മൾ കൊടുക്കുവാണെന്ന് വെച്ചോളൂ. ഈ ഡ്രഗ് നമ്മൾ കൊടുക്കുമ്പോൾ റിസപ്റ്ററിൽ വന്ന് ഒക്യുപ്പൈ ചെയ്യുന്നതിൻ്റെ ഡ്രഗിൻ്റെ അളവ് കൂടി വരികയാണ്. ദാറ്റ് മീൻസ് എന്ത് സംഭവിക്കുന്നു? നമുക്ക് ആ ഡ്രഗിൻ്റെ ആക്ഷനും അല്ലെങ്കിൽ ഫാർമക്കോളജിക്കൽ എഫക്റ്റ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ് മാക്സിമൽ എഫക്റ്റ്. അതായത് എപ്പോഴാണോ എല്ലാ റിസപ്റ്ററും ഒക്യുപ്പൈ ചെയ്ത് തീർന്നത്, ഇനി ഒരു റിസപ്റ്റർ പോലും ഇല്ല എന്ന് വരുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് മാക്സിമൽ എഫക്റ്റ് കിട്ടുന്നു. ഇനി ഇതൊരു 2 സ്റ്റേജ് പ്രോസസ്സാണ്. ഡ്രഗ് റിസപ്റ്റർ ഇൻട്രാക്ഷൻ ഇൻവോൾവ് കോംപ്ലക്സേഷൻ ആൻഡ് ഇനിഷിയേഷൻ ഓഫ് ബയോളജിക്കൽ എഫക്റ്റ്. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുന്നു? ഡ്രഗ് റിസപ്റ്ററിൻ്റെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നു, അഫിനിറ്റി കാണിക്കുക. ഞാൻ പറഞ്ഞതുപോലെ കൂട്ടുകാർ തമ്മിൽ വന്ന് ഒട്ടിയിരിക്കുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? ആക്ടിവിറ്റി അല്ലെങ്കിൽ എഫിക്കസി കാണിക്കുക. വന്നിരുന്ന ശേഷം ഗോസിപ്പ് പറഞ്ഞ് അവർ എഫിക്കസി കാണിക്കുന്നു. എളുപ്പമല്ലേ? എളുപ്പമാണ്. സോ 2 സ്റ്റേജ് മോഡൽ ഓഫ് റിസപ്റ്റർ ആക്ടിവേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ അതെങ്ങനെയാണെന്നും കൂടെ പറഞ്ഞുതരാം. റിസപ്റ്റർ സ്റ്റേറ്റ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ റിസപ്റ്റർ എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഡിസ്റ്റിങ് സ്റ്റേറ്റിലായിരിക്കും. എന്താണ്? റിസപ്റ്റർ എക്സിസ്റ്റ് ചെയ്യുന്ന 2 ഡിസ്റ്റിങ്ക്റ്റ് സ്റ്റേറ്റിലായിരിക്കും. റിലാക്സ്ഡ് അല്ലെങ്കിൽ ആക്റ്റീവ്, അല്ലെങ്കിൽ ടെൻസ് അല്ലെങ്കിൽ ഇനാക്റ്റീവ്. റിലാക്സ്ഡിൽ വളരെ കാം ആൻഡ് കൂളായിട്ട്, നിങ്ങളുടെ ഫ്രണ്ട് കാമായിട്ട് നോട്ട് എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു.
രണ്ട് ടെൻസ് അല്ലെങ്കിൽ ഇനാക്റ്റീവ്, അതായത് എന്താണ്, മറ്റേ ഫ്രണ്ട് അയ്യോ എടി അവിടെ സംവാദം ഇങ്ങനെ ടെൻസായി വരിക, അപ്പോൾ അല്ലെങ്കിൽ ആക്റ്റീവ് ആകാം അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആയിരിക്കാം. സോ ഇൻ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ, ഈക്വൽ ഇക്വിലിബ്രിയം ആയിരിക്കും, അത് എങ്ങനെ വേണമെങ്കിലും ആകാം, ഒന്നെങ്കിൽ കൂടാം ഇല്ലെങ്കിൽ കുറയാൻ, പക്ഷേ ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻഡ് ആയിരിക്കും. സോ ഡ്രഗ് ബൈൻഡിങ്, ഡ്രഗ് ക്യാൻ ബൈൻഡ് ടു വൺ ഓർ ബോത്ത് കൺഫോർമേഷണൽ സ്റ്റേറ്റ് വിച്ച് ഡിഫറെൻറ്റ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫോർ ഈച്ച് സ്റ്റേറ്റ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ ആറിലോ അല്ലെങ്കിൽ ടിയിലോ, അതിൽ റിലാക്സ്ഡോ ആക്റ്റീവോ അല്ലെങ്കിൽ ടെൻസോ അല്ലെങ്കിൽ ഇനാക്റ്റീവോ ഏതിലാണോ വന്ന് അതിലിരിക്കാൻ താല്പര്യം ഉണ്ടാവുക അതിൽ വന്നിരുന്നതിന് ശേഷം ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നു. ഇനി അങ്ങനെ എന്ത് ചെയ്യുന്നു, നമുക്ക് റിസപ്റ്റർ ആക്ടിവേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. സോ ഡ്രഗിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഫുൾ അഗോണിസ്റ്റ് ഉണ്ട്, പാർഷ്യൽ അഗോണിസ്റ്റ് ഉണ്ട്, ഫുൾ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഉണ്ട്, പാർഷ്യൽ ഇൻവേഴ്സ് അഗോണിസ്റ്റ് ഉണ്ട്, ആൻറ്റഗോണിസ്റ്റ് ഉണ്ട്. സോ ഈ ഒരു ആൻറ്റഗോണിസം അഗോണിസം എന്നൊക്കെ പറയുന്നത് നമുക്ക് പറഞ്ഞു തരാം കേട്ടോ, എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. പക്ഷെ നമുക്ക് ഇപ്പം അത്രേൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇനി അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകൾ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്, അപ്പം നമുക്ക് പറയാം. സോ ഇതെല്ലാം പറയുന്നത് ആർ സ്റ്റേറ്റ് വെച്ചിട്ടാണ്, നമ്മളെങ്കിൽ റിലാക്സ് അല്ലെങ്കിൽ ആക്റ്റീവ് സ്റ്റേറ്റ് വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഡ്രഗ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ആവശ്യമില്ല, എപ്പോഴും പറയുന്നു, ഇപ്പം നമുക്ക് എൻ്റെ ആവശ്യമില്ല, നമുക്ക് ആവശ്യമുള്ള സമയം ഞാൻ പറഞ്ഞു തരാം, അങ്ങോട്ട് നമുക്ക് പഠിക്കാനുണ്ട് ക്ലാസിഫിക്കേഷൻ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് റേറ്റ് തിയറി. എന്താ റേറ്റ് തിയറി? അതിൽ എൻകൗണ്ടർ റേറ്റ് എന്ന് പറയും. ദ റെസ്പോൺസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് ഫോർമേഷൻ. അതായത് ഈ റെസ്പോൺസ് എന്ന് പറയുന്നത് ഡ്രഗ് റിസപ്റ്റർ കോംപ്ലക്സ് എത്ര ഫോം ചെയ്തോ അതിന് പ്രൊപ്പോർഷണൽ ആയിരിക്കില്ല. എന്നാലും ചോദിക്കുക, എത്രത്തോളം റിസപ്റ്റർ ബൈൻഡ് ചെയ്യുന്നോ അത്രത്തോളം റെസ്പോൺസ് കിട്ടുന്നുണ്ടാവില്ലേ, അപ്പോൾ ദാറ്റ് മീൻസ് ഇറ്റ്സ് പ്രൊപ്പോർഷണൽ. നെക്സ്റ്റ് അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ ആണ്. എഫക്റ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ റേറ്റ് ഓഫ് അസോസിയേഷൻ ആൻഡ് ഡിസോസിയേഷൻ ഓഫ് ഡ്രഗ് ആൻഡ് ഫ്രം റിസപ്റ്റർ. അപ്പം ഒരു ഡ്രഗിൻ്റെ റെസ്പോൺസ് എപ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ കിട്ടുന്ന ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് അസോസിയേഷനും ഡിസോസിയേഷനുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് ക്വാണ്ടം ഓഫ് സ്റ്റിമുലസ്. Each association produce a quantum of stimulus contribute to overall pharmacological action. So ഈ quantum of stimulus ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഫാർമക്കോളജിക്കൽ ആക്ടിവിറ്റി കിട്ടുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. റൈറ്റ് തിയറി 2 മാർക്കിനൊക്കെ ചോദിക്കാനായി ചാൻസ് ഉണ്ടാവുള്ളൂ, അധികവും ചോദിക്കുന്നുണ്ടാവില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി. അവിടെ കൺഫോർമേഷൻ ചേഞ്ച് ആണ്. ഈ ഡ്രഗ് റിസപ്റ്ററിനെ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൺഫോർമേഷണൽ ചേഞ്ചുകൾ വരുത്തുന്നു. അതായത് നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട് നിങ്ങൾ ഇരുത്തിയിട്ട്, അപ്പം ഒരു ഫ്രണ്ട് മാത്രം ഇരിക്കുക, അപ്പോൾ വേറൊരു ഫ്രണ്ടും കൂടെ വന്നിരിക്കുമ്പോൾ അവിടുത്തെ നിങ്ങളുടെ ആ ഒരു ചേഞ്ച് മാറി, അല്ല ആ ഒരു കൺഫോർമേഷൻ ചേഞ്ച് മാറി. ഇനി ബൈൻഡിങ് സൈറ്റ് ഓറിയൻറ്റേഷൻ ആണ്. ദ ചേഞ്ച് ഓറിയൻറ്റ് ദ എസെൻഷ്യൽ ബൈൻഡിങ് സൈറ്റ് ഫോർ ഒപ്റ്റിമൽ ഇൻട്രാക്ഷൻ. സോ ഒപ്റ്റിമൽ ഇൻട്രാക്ഷന് വേണ്ടി ആവശ്യമുള്ള രീതിയിൽ ചേഞ്ചിന് എന്ത് ചെയ്യുന്നു, മാറ്റം വരുന്നു. അതായത് നിങ്ങൾ കുശുമ്പ് പറയുന്നതാണെന്ന് മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ആ ഒരു രീതിയിൽ ഇരിക്കുന്നു. ആൻഡ് റെസ്പോൺസ് ഇനിഷ്യേഷൻ ആണ്. കൺഫോർമേഷൻ ചേഞ്ച് ഇൻ ദ റിസപ്റ്റർ കുഡ് ബി റെസ്പോൺസിബിൾ ഫോർ ദ ഇനിഷ്യേഷൻ ദ ബയോളജിക്കൽ റെസ്പോൺസ്. സോ നിങ്ങൾ നിന്ന് ഗോസ് പോലെ തുടങ്ങുന്നു, അതായത് ആരും അറിയാത്ത രീതിയിൽ ആ ഒരു കൺഫോർമേഷൻ ചേഞ്ച് വെച്ചിട്ട് ആക്ടിവിറ്റി കാണിച്ച് തുടങ്ങുന്നു. അടുത്ത എലാസ്റ്റിസിറ്റി ആണ്. റിസപ്റ്റേഴ്സ് ഈസ് സജസ്റ്റഡ് ടു ബി എലാസ്റ്റിക്, റിട്ടേൺ ടു ഇറ്റ്സ് ഒറിജിനൽ കൺഫർമേഷൻ ആഫ്റ്റർ ഡ്രഗ് റിലീസ്. നിങ്ങൾ കുറ്റം പറഞ്ഞ ശേഷം നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ഒറിജിനൽ സീറ്റിലേക്ക് പോകുന്നു. ആ പരിപാടി തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മനസ്സിലായി, ഇൻഡ്യൂസ്ഡ് ഫിറ്റ് തിയറി, അതായത് ബേസിക്കലി ഒരു ഫിറ്റായിരുന്ന് എലാസ്റ്റിക്കായി മാറുന്ന രീതി, അതായത് ഒരുമിച്ചിരിക്കുമ്പോഴേ എന്ത് ചെയ്യുള്ളൂ, ആക്ടിവിറ്റി നടക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക്. സോ നെക്സ്റ്റ് വൺ ഈസ് മാക്രോ മോളിക്കുലർ പെർട്യൂബേഷൻ തിയറി. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. സോ സ്പെസിഫിക് പെർട്യൂബേഷൻ ഉണ്ട്, അതായത് ബൈൻഡിങ് ഓഫ് സർട്ടൻ മോളിക്യൂൾ പ്രൊഡ്യൂസ് എ ബയോളജിക്കൽ റെസ്പോൺസ്. അതായത് ഇപ്പോൾ നിങ്ങൾ പറയുവാണെങ്കിൽ നിങ്ങളുടെ അറിയുന്ന ഫ്രണ്ടുമായിട്ട് നിങ്ങൾ വന്നിരുന്നാൽ മാത്രമേ നിങ്ങൾ ഗോസിപ്പ് പറയുള്ളൂ. അതാണ് അഗോണിസ്റ്റ്, അതാണ് സ്പെസിഫിക് ആയിട്ടുള്ള പെർട്യൂബേഷൻ. ആൻഡ് നോൺ സ്പെസിഫിക് പെർട്യൂബേഷൻ അക്കോമഡേറ്റ് മോളിക്യൂൾ ദാറ്റ് ഡു നോട്ട് എലിസിറ്റ് എ റെസ്പോൺസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരാൾ വന്നിരിക്കുക, നിങ്ങൾ ഗോസിപ്പ് പറയും ഇല്ല, അതെന്താണ് ആൻറ്റഗോണിസ്റ്റ്. ഇനി മിക്സ്ഡ് കോംപ്ലക്സ്. ഇഫ് എ ഡ്രഗ് കോൺട്രിബ്യൂട്ട് ടു ബോത്ത് ടൈപ്പ് ഓഫ് പെർട്യൂബേഷൻ എ മിക്സ്ചർ ഓഫ് 2 കോംപ്ലക്സ് വിൽ റിസൾട്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞ സ്പെസിഫിക്കും നോൺ സ്പെസിഫിക്കും, അതായത് അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും ഒരുമിച്ച് വരും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ 2 അടുത്തറിയുന്ന കൂട്ടുകാർ, എന്നിട്ട് നിങ്ങളുടെയും വേറെ 2 കൂട്ടുകാരുണ്ട്. അപ്പോൾ അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇത് നിങ്ങൾ 2 പേരെ നോക്കുക, നിങ്ങൾ തന്നെ വേറെ 2 ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യില്ല, നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ ഫ്രണ്ടിനെ അറിയില്ല. അതേപോലെ അവർക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങളുടെ ഫ്രണ്ടിനെ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഈക്വലി ആയിരിക്കും. സോ അതിനാണ് നമ്മൾ മിക്സഡ് കോംപ്ലക്സ് എന്ന് പറയുക. സോ സ്പെസിഫിക് ആണെങ്കിൽ അഗോണിസ്റ്റ്, ആൻഡ് ആൻറ്റഗോണിസ്റ്റ്. അത് വീണ്ടും ക്ലാസിഫൈ ചെയ്യും കേട്ടോ, പാർഷ്യൽ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും തിരിക്കും. സോ നമുക്ക് അപ്പം നോക്കാം കേട്ടോ അതൊക്കെ.
സോ ക്ലാസിഫിക്കേഷൻ ഓഫ് റിസപ്റ്റർ ഞാനത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, ഫസ്റ്റ് പോർഷൻ ഞാൻ പറഞ്ഞതാണ്. സോ അതിൽ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ. സോ എന്താ ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റർ? നമ്മൾ ഓൾറെഡി അന്ന് പറഞ്ഞു പോയി അല്ലേ, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു പോയി, പക്ഷെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞില്ല. സോ സ്ട്രക്ചർ പറയുവാണ് എന്നുണ്ടെങ്കിൽ 7 members സ്പെയിനിങ് ആൽഫ ഹെലിക്കൽ സെഗ്മെന്റ് ആണ് വിത്ത് ഓൾട്ടറിങ് ഇൻട്രാ ആൻഡ് എക്സ്ട്രാ സെല്ലുലർ ലൂപ്സ്. അപ്പം ഇൻട്രാ സെല്ലുലറും എക്സ്ട്രാ സെല്ലുലർ ലൂപ്സുകളും ഉള്ളതാണ് ആര്? ജി പ്രോട്ടീൻ കപ്പിൾ റിസപ്റ്റേഴ്സ്. സോ ആക്ടിവേഷൻ എങ്ങനെയാണ്? അഗോണിസ്റ്റ് ബൈൻഡിങ് കോസ് കൺഫോർമേഷണൽ ചേഞ്ച് ഇൻ റിസപ്റ്റർ ആൻഡ് ജി പ്രോട്ടീൻ. സോ ഈ അഗോണിസ്റ്റ് എന്തെന്നു ബൈൻഡ് ചെയ്തിട്ട് അവിടെ കൺഫോർമേഷണൽ ചേഞ്ചസ് വരുത്തി കൊണ്ടുവരികയാണ് ചെയ്യുക. സോ റിസപ്റ്ററിലും ജി പ്രോട്ടീനിലും. സോ ജി പ്രോട്ടീൻ ഡിസോസിയേഷൻ, ആൽഫ സബ് യൂണിറ്റ് എക്സ്ചേഞ്ച് ജി ഡി പി ടു ജി ടി പി. ഇവിടെ ഉണ്ടായ ആൽഫ സബ് യൂണിറ്റ് എന്ത് ചെയ്യുന്നു? ജി ഡി പി ഫോർ ജി ടി പി എക്സ്ചേഞ്ച് ജി ഡി പി. ജി ഡി പിക്ക് വേണ്ടിയിട്ട് ജി ടി പിന് എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു ആൻഡ് ഡിസോസിയേറ്റ് ഫ്രം അതർ സബ് യൂണിറ്റ്. അങ്ങനെ ഒന്ന് ഫർദർലി ഡിസോസിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒന്നും കൂടെ പറയാം, സ്ട്രക്ചർ ഞാൻ പറഞ്ഞു. ആക്ടിവേഷൻ വെച്ചാൽ അഗോണിസ്റ്റ് എന്ത് ചെയ്യുന്നു? അഗോണിസ്റ്റ് ആണ്, ആൻറ്റഗോണിസ്റ്റ് അല്ല. അഗോണിസ്റ്റ് എന്ത് ചെയ്യുന്നു? കൺഫോർമേഷൻ ചേഞ്ചിന് വേണ്ടി ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ റിസപ്റ്ററും ജി പ്രോട്ടീനും മാറുന്നു. സോ ജി പ്രോട്ടീൻ ഡിസോസിയേഷൻ ആണ്. ആൽഫ സബ് യൂണിറ്റിൽ ജി ഡി പിക്ക് വേണ്ടിയിട്ട് ജി ടി പിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു. ജി ഡി പി ഫോർ ജി ടി പി കേട്ടോ, സോറി, ജി ടി പിക്ക് വേണ്ടി ജി ഡി പിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഫർദർ സബ് യൂണിറ്റ്സിൽ ഡിസോസിയേഷൻ നടക്കുന്നു. ആൻഡ് എഫക്റ്റ് ഇൻട്രാക്ഷൻ, ആൽഫ സബ് യൂണിറ്റ് ഇൻട്രാക്ട് ചെയ്തിട്ട് എഫക്റ്റർ പ്രോട്ടീനിലേക്ക് അഡിനിൽ സൈക്ലേസ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് സി ഒക്കെ എഫക്റ്ററായിട്ട് അല്ലെങ്കിൽ ആ ഒരു എഫക്ഷൻ കാണിക്കുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ വാരിക്കോരി എവിടെ റെഫറൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 52 പേജ് എങ്ങാണ്ട് ഉണ്ട് ടോട്ടലി ആ റെഫറൻസ് ബുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അതിനേക്കാൾ ഫാർ ബെറ്റർ ആണ് ഇങ്ങനെ നമ്മൾ മൈൻഡ് ഓരോരോ പോയിന്റാക്കി മൈൻഡിൽ വെക്കുന്നത് കേട്ടോ. സോ ജി ആർ സി ആർ സിഗ്നലിംഗ് പാത്വേ. സോ എങ്ങനെയാണ് പാത്വേ നടക്കുന്നത്? അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഞാൻ പറഞ്ഞു അഡിനൽ സൈക്ലേസും ഫോസ്ഫേറ്റ് സി ആണെന്ന് പറഞ്ഞല്ലേ, എഫക്റ്റർ ഇൻട്രാക്ഷൻ ഞാൻ പറഞ്ഞു. സോ എന്താണ് അഡിനൽ സൈക്ലേസ് അല്ലെങ്കിൽ സി എ എം ബി പാത്വേ? സോ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ജി എസ് പ്രോട്ടീൻ ആക്ടിവേറ്റ് അഡിനൽ സൈക്ലേസ്. സോ ജി എസ് പ്രോട്ടീൻ ആരെ ആക്ടിവേറ്റ് ചെയ്യുന്നു? അഡിനൽ സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. കൺവേർട്ടിങ് എ ടി പി ടു സി എം ബി. എന്തെന്നു? എ ടി പി എന്താവുന്നു? സി എം ബി ആയിട്ട് മാറുന്നു. സോ സി എം ബി എന്തെന്നു? പ്രോട്ടീൻ കൈനേസ് എയിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ ഫോസ്ഫോറിലേഷനും ആൻഡ് സെല്ലുലർ ഫംഗ്ഷനിലും മാറ്റം വരുത്തുന്നു. സിമ്പിൾ അല്ലേ? ഒന്നാലോചിച്ച് നോക്കിയേ എങ്ങനെയാണ്. അഡിനൽ സൈക്ലേസ് എന്താ ചെയ്യുന്നത്? സി എം ബി പാത്വേ ആണ്. ജി എസ് പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യുന്നു. അഡിനലേറ്റ് സൈക്ലേസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. എ ടി പി സി എം ബി ആവുന്നു. സി എം ബി പ്രോട്ടീൻ കൈനേസ് എയിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു. അങ്ങനെ പ്രോട്ടീൻ ഫോസ്ഫോറിലേഷൻ ആൻഡ് ഓൾട്ടറിങ് സെല്ലുലർ ഫംഗ്ഷൻ. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ ഈസ് ഫോസ്ഫോലിപ്പേസ് CIP3 DAG പാത്വേ ആണ്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ആക്ടിവേറ്റ് ഫോസ്ഫോലിപ്പേസ് സി. ഇവിടെ ഫോസ്ഫേറ്റ് ലിപ്പേസ് സീനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആൻഡ് ജനറേറ്റിംഗ് IP3 ആൻഡ് DAG. ആരെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നു? IP3നെയും DAGനെയും ആക്ടിവേറ്റ് ചെയ്യുന്നു. മറ്റിടത്ത് പോലെയല്ല, ഇവിടെ IP3 മൊബിലൈസ് CA2+ ഫ്രം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. സോ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലുള്ള നിന്ന് CA2+ എന്ത് ചെയ്യുന്നു? IP3 മൊബിലൈസ് ചെയ്യിപ്പിക്കുന്നു. വൈൽ DAG ആക്ടിവേറ്റ് പ്രോട്ടീൻ കൈനേസ് സി. സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ജി പ്രോട്ടീൻ ആക്ടിവേറ്റ് ചെയ്യും ആരെയൊക്കെ? ഫോസ്ഫോലിപ്പേസ് സീനെയും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നു. സോ ജനറേറ്റിംഗ് IP3 ജനറേറ്റ് ചെയ്യുന്നു, DAG ജനറേറ്റ് ചെയ്യുന്നു. രണ്ട് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യുന്നു. ഇനി IP3 ആണെങ്കിൽ കാൽഷ്യം, ഇവിടെ ആണെങ്കിലോ പ്രോട്ടീൻ കൈനേസ്. സിമ്പിൾ, എളുപ്പമാണ്. അപ്പോൾ അത് വലിയ പാടില്ല. സോ നെക്സ്റ്റ് വൺ ഇസ് ലിഗാൻഡ് ഗേറ്റഡ് അയൺ ചാനലാണ്. സ്ട്രക്ചർ പറയുവാണെങ്കിൽ മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻസ് ആണ് കേട്ടോ, ഫോമിംഗ് ട്രാൻസ് മെംബ്രെയിൻ ചാനൽസ്. സോ മൾട്ടി സബ് യൂണിറ്റ് പ്രോട്ടീൻസ് ആണ് ഫോമിംഗ് ട്രാൻസ് മെംബ്രെയിൻ ചാനൽസ്. ആക്ടിവേഷൻ പറയുവാണെങ്കിൽ സ്പെസിഫിക് കെമിക്കൽ ലിഗാൻഡ് ബൈൻഡ് ടു കോസ് ചാനൽ ഓപ്പണിംഗ് ഓർ ക്ലോസിങ്. അപ്പം നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കെമിക്കൽ ലിഗാൻസ് ഉണ്ട്. അങ്ങനെ ഈ ചാനൽ ഓപ്പൺ ആകണോ ക്ലോസ് ആകണോ എന്ന് തീരുമാനിക്കുന്നത് അവിടെ നിന്നായിരിക്കും. അതായത് ലിഗാൻഡ് ഗേറ്റ് ആണ്, നിങ്ങളുടെ വീട്ടിലെ ഗേറ്റ് പോലെ തുറക്കണോ വേണ്ടോ തീരുമാനിക്കുന്നത് ആരായിരിക്കും? ആ ഒരു സ്പെസിഫിക് കെമിക്കൽ ലിഗാൻസ് ആയിരിക്കും. സോ അയൺ സ്പെസിഫിറ്റി ഉണ്ട്, അലോ പാസേജ് ഓഫ് സ്പെസിഫിക് അയൺസ്. അപ്പം എല്ലാ നമ്മളും കടത്തിവിടില്ല, ഞാൻ പറഞ്ഞതുപോലെ ചിലത് മാത്രമേ കടത്തിവിടുണ്ടാവുള്ളൂ. സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം, ക്ലോറിൻ പോലുള്ളതൊക്കെ അപ്പോൾ ആക്ടിവേഷൻ അനുസരിച്ച് എന്തെന്നു കടത്തി വിട്ടുകൊണ്ടേയിരിക്കും. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഗാബ റിസപ്റ്റർ, സെറോട്ടോണിൻ റിസപ്റ്റർ ഒക്കെയാണ് എക്സാമ്പിൾസ്. ഇതും വലിയ കാര്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കിക്കോളൂ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് വോൾട്ടേജ് ഡിപ്പെൻഡ് അയൺ ചാനലാണ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വോൾട്ടേജ് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവിടെ ഒരു നമുക്ക് മെംബ്രെയിനിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരും അല്ലേ. സോ ചാനൽ ഓപ്പൺ ക്ലോസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇവിടെ ഉണ്ടാവുന്ന മെംബ്രെയിനിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ചാനൽ ആക്ടിവേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ഓഫ് ചെയ്യണോ തീരുമാനിക്കുക. സോ കൺഫോർമേഷൻ ചേഞ്ച് ഉണ്ട്. മെംബ്രെയിൻ പ്രോട്ടീൻ ഓൾട്ടർ ദ കൺഫോർമേഷൻ ഓഫ് ചാനൽ പ്രോട്ടീൻ. സോ ഇവിടെ ചാനൽ പ്രോട്ടീനിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഒരു ഓൾട്രേഷൻ വരുത്തിക്കാറുണ്ട്. ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ കൻ ഓൾസോ ഫംഗ്ഷൻ ആസ്
റിസപ്റ്റർ ഫോർ ഡ്രഗ്സ് ഇറ്റ് ഇസ് കാൽഷ്യം ചാനൽ ബ്ലോക്കർ. അപ്പോൾ എന്ത് ചെയ്യാം, അതിന് ഓൾറെഡി എന്ത് ചെയ്യാൻ പറ്റും, റിസപ്റ്റർ ഒരു ഡ്രഗിന് റിസപ്റ്ററായിട്ടും ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ കാൽഷ്യം ചാനൽ ബ്ലോക്കർ ആണ്. അപ്പം എളുപ്പമാണ്, ആ ഒരു വോൾട്ടേജ് അനുസരിച്ച് എത്രയേ ഉള്ളൂ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അനുസരിച്ച് മാറുന്നു. സോ നെക്സ്റ്റ് വൺ ഈസ് എൻസൈം ലിങ്ക്ഡ് റിസപ്റ്റർ. പേര് പറയുന്നത് പോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, എൻസൈംസിൻ്റെ ആക്ടിവിറ്റി അവിടെ ഉണ്ട്, ഞാനത് വ്യക്തമായി പറഞ്ഞുതരാം. സോ സ്ട്രക്ചർ പറയുവാണെങ്കിൽ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ വിത്ത് ഇൻട്രൻസിക് എൻസൈം ആക്ടിവിറ്റി. ശ്രദ്ധിക്കണേ, എക്സ്ട്രൻസിക് അല്ല, ഇവിടെ ട്രാൻസ് മെംബ്രെയിൻ പ്രോട്ടീൻ ഉണ്ട്, എന്താണ്, വിത്ത് ഇൻട്രൻസിക് എൻസൈം ആക്ടിവിറ്റി ആണ്. ആക്ടിവേഷൻ പറയുവാണെങ്കിൽ ഡ്രഗ് ബൈൻഡ് കോസ് ദ എൻസൈം ടു ബിക്കം സ്വിച്ച് ഓൺ ഇൻട്രാസെല്ലുലർലി. സോ ഡ്രഗ് ബൈൻഡ് നടക്കുന്ന സമയത്ത് എൻസൈം എന്ത് ചെയ്യുന്നു, ഇൻട്രാസെല്ലുലറി സ്വിച്ച് ഓൺ ചെയ്യുന്നു അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകുന്നു എന്നുള്ളതാണ്. അപ്പം ഇൻട്രൻസിക് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവിടെ ആക്ടിവേറ്റ് ആവുന്നു. ആൻഡ് സിഗ്നൽ കാസ്കേഡ്, ആക്ടിവേറ്റ് എൻസൈം കാറ്റലൈസ് ഫോർമേഷൻ ഓഫ് അതർ സിഗ്നൽ പ്രോട്ടീൻ. സോ ഈ അകത്തിരിക്കുന്ന എൻസൈം ഈ ഡ്രഗ് കാരണം ആക്ടിവേറ്റ് ആയി കഴിയുമ്പോൾ മറ്റുള്ള സിഗ്നലിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ സിഗ്നലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു. അങ്ങനെ സെൽസ് റെസ്പോൺസ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ, നമുക്ക് ആവശ്യമുള്ള റെസ്പോൺസ് കിട്ടുന്നു. സോ ബേസിക്കലി ഒരു എൻസൈമിനെ ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചെടുക്കുന്ന രീതിയാണ് എന്ത്, ഇതെന്ന് പറഞ്ഞാൽ. സിമ്പിൾ അല്ലേ, എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ന്യൂക്ലിയർ റിസപ്റ്റർ. സോ മെക്കാനിസം പറയുവാണെങ്കിൽ ലിപ്പിഡ് സോലബിൾ ഡ്രഗ് ഡിഫ്യൂസ് ത്രൂ സെൽ മെംബ്രെയിൻ ആൻഡ് ബൈൻഡ് ഇൻ സൈറ്റോസോൾ ഓർ ന്യൂക്ലിയസ്. സോ ലിപ്പിഡ് സോലബിൾ ഡ്രഗ്സ് എല്ലാം സെൽ മെംബ്രെയിൻ വഴി കടന്നു പോകും. നിങ്ങൾക്ക് ഓൾറെഡി അനാട്ടമി ഫിസിയോളജി പഠിച്ചവർക്ക് അറിയാം അല്ലേ. അപ്പം അത് ആൻഡ് ബൈൻഡ് ഇൻ സൈറ്റോസോൾ, സൈറ്റോസോളിൽ ബൈൻഡ് ചെയ്യാം അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ ബൈൻഡ് ചെയ്യാം. സോ ജീൻ എക്സ്പ്രഷൻ, ബൈൻഡിങ് ഓൾട്ടേർഡ് ജീൻ എക്സ്പ്രഷൻ അഫക്റ്റിംഗ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പം ഈ ബൈൻഡ് ചെയ്ത ഓൾട്ടർ ആയിട്ടുള്ള ജീൻ എക്സ്പ്രഷൻ കാരണം പ്രോട്ടീൻ സിന്തസിസിന് എന്ത് ചെയ്യാറുണ്ട്, അഫക്റ്റ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് റെസ്പോൺസ് ടൈം ആണ്. സ്ലോവസ്റ്റ് മെക്കാനിസം വിത്ത് എഫക്റ്റീവ് ടിപ്പിക്കലി മെഷേർഡ് ഇൻ അവർ. സോ ഇങ്ങനെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂക്ലിയർ റിസപ്റ്ററിലൊക്കെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ റെസ്പോൺസ് ടൈം വളരെ കുറവാണ്, സ്ലോവർ മെക്കാനിസമാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഈ എൻസൈമാറ്റിക് പോലെയോ അല്ലെങ്കിൽ ലിഗാൻഡ് ഗീർഡ് പോലെയൊന്നും അല്ല, സ്ലോവർ മെക്കാനിസമാണ്. ടിപ്പിക്കലി മണിക്കൂറുകളൊക്കെ എടുക്കാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റിറോയിഡ് ഹോർമോൺ, തൈറോയിഡ് ഹോർമോൺ ഒക്കെയാണ് ആക്ട് ത്രൂ ന്യൂക്ലിയർ റിസപ്റ്റർ. ന്യൂക്ലിയർ റിസപ്റ്ററിലൂടെയാണ് വരുന്നതെങ്കിൽ കേട്ടോ ഈ ഹോർമോൺസ്, അതുവഴിയാണ് വരുന്നതെങ്കിൽ ഭയങ്കര സ്ലോ ആയിരിക്കും. സോ സിമ്പിളാണ്, ഞാൻ ഇപ്പോഴും പറയുന്നു, ഐഡിയ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഗ്യാസ് എഴുതാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായി എഴുതും, അതിലൊരു മാറ്റവും ഇല്ല. സോ നന്നായിട്ട് നോട്ട് വായിക്കുക, ക്ലാസ് കേൾക്കുക, റെഫറൻസ് കൂടെ വായിക്കുമ്പോൾ ഐഡിയ കിട്ടും കേട്ടോ, അടിയല്ല ഐഡിയ കിട്ടും. സോ നെക്സ്റ്റ് ക്ലാസ് കാണാം. താങ്ക് യു.